ഒടുവിൽ നമ്മുടെ രാജ്യം തുടങ്ങിക്കഴിഞ്ഞു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇന്ന് പുലർച്ചെ 1:45 ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലാണ് നമ്മുടെ രാജ്യം പാകിസ്ഥാനിലെ അതിർത്തിയിലെ ഭീകര കേന്ദ്രങ്ങളിൽ തീമഴ പെയ്ച്ചത് എന്ന സുപ്രധാനമായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം ഈ വീഡിയോ ചെയ്യുമ്പോൾ, ഈ വാർത്ത ചെയ്യുമ്പോൾ ഇപ്പോൾ സമയം 2 മണി, കൃത്യം 2 മണി. നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുന്നത് രാവിലെ ആയിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ അനുസരിച്ച് അതിമാരകമായിട്ടുള്ള പ്രഹരമാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് നടത്തിയിരിക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. ഏതൊരു ഭാരതീയ കാത്തിരുന്ന നിമിഷം ഇന്ത്യ കഴിഞ്ഞ മാസം 22-ാം തീയതി ഭീകരാക്രമണത്തിൽ തല കുനിച്ചു നിന്നപ്പോൾ ഭീകരവാദികൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു, പോയി നിന്റെ നരേന്ദ്രമോദിയോട് പറയും ഞങ്ങൾ ഇവിടെ വന്ന് ആക്രമിച്ചിട്ടുണ്ട് എന്ന്. നരേന്ദ്രമോദി അത് കേട്ടിരിക്കുന്നു, ഇന്ത്യൻ സൈന്യം അത് കേട്ടിരിക്കുന്നു. ഭാരതം മാപ്പ് നൽകിയിട്ടില്ല. പഹൽഗാമിൽ വീണ ഓരോ ഇന്ത്യൻ പൗരന്മാരുടെയും ചോരയ്ക്ക് ഇന്ത്യ ഇതാ പ്രതികാരം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 1:45 പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ, 9 ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു, മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു, തീമഴ പെയ്ച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. 9 ഭീകര കേന്ദ്രങ്ങളാണ് കത്തിയമർന്നത്, ഭീകരർ ചുട്ട് ചാമ്പലായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്കിപ്പോൾ ലഭിക്കുന്നു. കൂടുതൽ വിശദ വിവരങ്ങൾ പ്രതിരോധ മന്ത്രാലയം പുറത്ത് വിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യത്ത് നമുക്കറിയാം ഇന്ന് 7-ാം തീയതി ഈ ദിവസം മോക്ക് ഡ്രില്ലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് വലിയൊരു വ്യോമാക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അതിനെ അതിജീവിക്കണമെന്നുള്ള പരിശീലനമാണ് രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും മോക്ക് ഡ്രില്ലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനെ ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം ഈ ഓപ്പറേഷന് നൽകിയിരിക്കുന്നത്. തീവ്രവാദികളെ ഏത് കുണ്ടിൽ പോയി ഒളിച്ചാലും, അവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് നിന്നായിരുന്നാലും പിടിച്ചെടുത്ത് കൊന്നു തള്ളിയിരിക്കും പട്ടിയെ പോലെ എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ ഇന്ത്യ തുടങ്ങി വച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. നാണക്കേടിൽ പാകിസ്ഥാൻ ഞങ്ങൾ തിരിച്ചടിക്കും എന്നിപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കനത്ത ജാഗ്രതയാണ്, പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രതയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പാക് വിമാനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്നു വരികയാണെങ്കിൽ ഉടനടി തന്നെ ആക്രമിക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ഇന്ത്യ സജ്ജമാക്കി വച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിനാണ് ഇന്ത്യ ഇത്രയധികം സമയമെടുത്തത്. ഈ ഒരു ഓപ്പറേഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇത്രയധികം സമയമെടുത്തത്. ഒരു സിവിലിയൻ, അതായത് പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരന് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ ഭീകരവാദ കേന്ദ്രങ്ങളെല്ലാം തന്നെ അടിച്ച് തകർത്തിരിക്കുകയാണ് ഇന്ത്യ. പൊടിപാറുന്ന അടിയാണ് കറാച്ചി കാണാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അടുത്ത 100 കൊല്ലത്തേക്ക് ഇവന്മാർ നട്ടലുയർത്തി നടക്കാത്ത രീതിയിൽ അടിച്ച് നട്ടലൊടിച്ചിരിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഇന്നത്തെ വ്യോമാക്രമണം സൂചിപ്പിക്കുന്നത്. വെറും ഒരു സ്റ്റാർട്ടർ മാത്രമായി നമ്മൾ ഈ വ്യോമാക്രമണത്തെ കണ്ടാൽ മതി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ആക്രമണം പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാരക പ്രത്യാക്രമണമാണ് നടന്നതെന്നാണ് പാകിസ്ഥാൻ പ്രധാനമായും പറയുന്നത്. പഹൽഗാമിലെ ചോരയ്ക്ക് നമ്മുടെ രാജ്യം പകരം വീട്ടാൻ തുടങ്ങിയിരിക്കുന്നു. മിസൈൽ ആക്രമണമാണ് നടന്നതെന്നാണ് പാക് മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത്. ബഹാവൽപൂർ, മുസാഫറാബാദ്, കോട്ട്ലി, മുറിഡ്കെ എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത്. എന്നീ പാക് അതിർത്തി ഗ്രാമങ്ങളാണ് ഇപ്പോൾ കത്തിച്ചാമ്പലായിരിക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള വിവരം പുറത്തു വരുന്നു. ഇതോടുകൂടി ലാഹോറും സിയാൽകോട്ടിലുമുള്ള വിമാനത്താവളങ്ങൾ അടച്ചു കഴിഞ്ഞു എന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുകൊണ്ടാണ് നമ്മുടെ രാജ്യം പറഞ്ഞത് സൈറനുകൾ മുഴക്കണം, മോക്ക് ഡ്രിൽ നടത്തണം, വ്യോമാക്രമണം നേരിടാൻ സജ്ജമായിരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാക് ഭീകരവാദികളുടെ നട്ടലൊടിക്കാനായി ഇന്ത്യ തുടങ്ങിയിരിക്കുന്നു. ഇതിൽ തീരില്ല, ഇനിയും തുടരും എന്ന് കൃത്യമായി പ്രതിരോധ മന്ത്രാലയം പറയുന്നുണ്ട്. സജ്ജരായിരിക്കൂ, ഞങ്ങൾ വരുന്നുണ്ട്, ഭാരതം വരുന്നുണ്ട്, നിന്റെയൊക്കെ നാവ് ചവിട്ടിപ്പിടാൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.